ഇവിടുത്തായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് തരാം. അതിനുശേഷം നമുക്ക് പട്ടിക്കെട്ടില്ല, അത് നമ്മുടെ മാവശ്ശേരിയിലത്തെ അപ്പം പോയല്ലായിരുന്നു. ഇപ്പം സിമ്മുണ്ട് മുമ്പിൽ. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഇങ്ങനെ എടുത്ത് കഴിക്കാം. എത്തിയിട്ടുണ്ട് സിമ്മുവിൻ്റെ പൊറോട്ട. സിമ്മുവിന് ഫസ്റ്റ് പ്ലേറ്റിലാണ് കൊടുത്തത്. എന്നിട്ട് ഇത് ഇടാം. നമ്മൾ റൈസാണ് ഓർഡർ ചെയ്തത്. ഇതാ അച്ചാറുണ്ട. സിമ്മു നിൽക്കുന്നതിനാ പൊറോട്ടൊക്കെ കസ്റ്റമർ. കച്ചമ്പറും എല്ലാം കൂടി തേച്ചേ സബിയക്കലുണ്ട്. എക്സ്പ്രഷൻ ടേസ്റ്റില്ലല്ലേ. നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തിരിയുന്നുണ്ട്. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. ഇവിടുത്തെ 65 നൈസ് 65 ആണ്. അയ്യോ കൂടി കൂടിയിട്ട് സിമ്മുവിന്റെ 6ാമത്തെ പൊറോട്ടയാണ്. എൻ്റെ അതിൽ നിന്ന് പകുതിയാക്കിയിട്ട് വെച്ചു. അത് കൊടുത്തോ. ഞാൻ ഇങ്ങനെ നീ ഫുഡ് കഴിക്കുന്ന വിചാരിച്ചില്ല. പിന്നെ ഇന്ന് നിനക്ക് വീട്ടിൽ നിന്ന് ദോശ തന്നിട്ടല്ലേ? ഇല്ല കൊട്ട വിട്ടേ. എനിക്ക് വഴിയറിയില്ലല്ലോ, നമ്മളെ ബാക്കിൽ വന്നോട്ടാ. അപ്പൊ ഫുഡും കഴിച്ചിട്ട് നമ്മ നേരെ മറ്റേ മാവശ്ശേരിയിലേക്ക് പോയത്. പിന്നെ വെടിക്കെട്ട് ഇറങ്ങുമെന്ന് ഏകദേശം 10 മണിക്കുള്ളിൽ ഉണ്ടാവും. അവിടെ അധികം ലേറ്റ് ആവാറില്ല. ഇവിടെ ഉത്സവം ഉണ്ടല്ലേ. ഇതിപ്പോ 27 വരെ 27 ഇന്നല്ലേ. സിമ്മു ഇപ്പം വിളിച്ചാൽ നിനക്ക് ഭയങ്കര ലാഭമായിരിക്കും. വെറും 120 200 ആയാ 260. അതാ വെടിക്കെട്ടിനെല്ലാം വെയിറ്റിംഗ് ആണ്. ഇപ്പം പൊട്ടും. അപ്പൊ മുഴുവൻ വാഹനങ്ങളിലും അധികപേര് ചൈനീസ് കരിമരുന്ന് നടക്കാൻ പോവുകയാണ്. മുഴുവൻ ആൾക്കാരും ആലിന്റെ മുകളിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അവിടെ നിന്ന് മാറി നിൽക്കുക. ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര നടയിൽ ഒരു കാരണവശാലും ആരെയും നിൽക്കാൻ അനുവദിക്കുന്നതല്ല. ദീപുത്തിരിയും കൊണ്ടുപോയല്ലേ. ഇപ്പം പൊട്ടും. സ്ഥലം കുറച്ച് പണിപാളിയാ. പഠിക്കലുണ്ട് സിമ്മു അപ്പം വെടിക്കെട്ട് കഴിഞ്ഞു. കുറെ കാലത്തിന് ശേഷം ഒന്ന് വെടിക്കെട്ട് കാണാൻ പോകുന്നത്. കാരണം വെടിക്കെട്ടില്ലല്ലോ, നമ്മളെ കണ്ടോത്തുണ്ടായിട്ടാ. പിന്നെ അതിന് ശേഷം ഭയങ്കര ദാഹം, ഒരു ലൈവ് പിടിക്കാൻ നമ്മൾ പോവുകയാണ് ശശിയേട്ടൻ്റെ വീടിലേക്ക്. അയ്യോ മനസ്സിലാക്കുക, മണത്ത് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതാ ലൈം ഓടിക്കാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇനി ഒന്ന് നോക്കുന്നു, പുതിയ ഫോൺ പണിക്കുന്നുണ്ടാ. നേരെ ഇയർബഡ്സ് മേടിച്ചോ. നമ്മളിതാ ശശിയേൻ്റെ അടുത്താണുള്ളത്.